Hey there! നിങ്ങൾ ഓൾറെഡി ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ഡെവലപ്പർ ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്കറിയാം ഓവർ 40% ഓഫ് വെബ്സൈറ്റ് വേർഡ്പ്രസ് ആണ് പവർ ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ദാറ്റ്സ് ഓസം. പക്ഷേ വേറൊരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാക്കേഴ്സ് ഈ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ വേർഡ്പ്രസ് വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു ആൻഡ് എങ്ങനെ ഈ ഒരു ഹാക്കിംഗ് നമുക്ക് ഈസിലി പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് അവർ ചാനൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ജംപ് ഇൻ. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. അതായത് നമുക്കൊരു വീടുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു വീടിൻ്റെ വാതിൽ ഒരു സ്ട്രേഞ്ചർ ഒരുപാട് കീസ് യൂസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതേ ഒരു പ്രോസസ്സാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിൽ നടക്കുന്നത്. ഹാക്കേഴ്സ് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും. ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അവർ പാസ്വേഡ്സ് ഒരു 1000 ടൈംസ് ട്രൈ ചെയ്യും. നമ്മുടെ പാസ്വേഡ് ഇപ്പോൾ 1 2 3 4 അല്ലെങ്കിൽ ABC എന്നൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എന്തായി ഈസിയായി. സോ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ലെറ്റേഴ്സും അതേപോലെ സിമ്പിൾസും ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ പ്ലഗിൻസ് യൂസ് ചെയ്യുക. ഒരു പ്ലഗിൻ ഉണ്ട്, അതായത് നമുക്ക് ലോഗിൻ അറ്റംപ്റ്റ്സ് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലഗിൻ ഉണ്ട്. സോ അങ്ങനെയുള്ള പ്ലഗിൻസ് യൂസ് ചെയ്യുക. ആൻഡ് ഫൈനൽ വൺ ആയിട്ട് 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ. ഈ ഒരു 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നമ്മുടെ വെബ്സൈറ്റിൽ എനേബിൾ ചെയ്യും. സോ നെക്സ്റ്റ് വരുന്നത് തീംസ് ആൻഡ് പ്ലഗിൻസ് ആണ്. നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി കൂളായിട്ട് ലുക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തീംസും പ്ലഗിൻസും ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ പ്ലഗിൻസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് സേഫ് ആണ്. കാരണം ചില വീക്കായിട്ടുള്ള പ്ലഗിൻസ് അല്ലെങ്കിൽ ചില വീക്കായിട്ടുള്ള തീംസ് ത്രൂ ഹാക്കേഴ്സും നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന്, തീംസും പ്ലഗിൻസും അപ് ടു ഡേറ്റ് ആയിരിക്കുക. അതായത് ടൈംലി അതിൻ്റെ അപ്ഡേഷൻ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഈ പറയുന്ന തീംസും ടെംപ്ലേറ്റ്സും നമ്മൾ ഒരു ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. ആൻഡ് ഫൈനൽ വൺ, നമ്മൾ യൂസ് ചെയ്യാത്ത തീംസോ പ്ലഗിൻസോ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് SQL ഇഞ്ചക്ഷൻ. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും. ഈ ഒരു SQL ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാക്കേഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ സ്നീക്ക് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റാസ് ഒക്കെ മിസ് ചെയ്യും. അതായത് നമ്മുടെ ഒരു വെബ്സൈറ്റ് തന്നെ അവർ കംപ്ലീറ്റ്ലി ടേക്ക് ഓവർ ചെയ്യാൻ ഈ ഒരു ഹാക്കിംഗ് ത്രൂ പോസിബിൾ ആണ്. സോ ആസ് ഓഫ് നൗ നമ്മൾ എങ്ങനെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഇനി ഈ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻസ്റ്റാൾ സെക്യൂരിറ്റി പ്ലഗിൻസ്. നമുക്കറിയാം ഈ ഒരു സെക്യൂരിറ്റി പ്ലഗിൻസ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബോഡി ഗാർഡ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് വേർഡ്പ്രസ് പോലെയുള്ള സെക്യൂരിറ്റി പ്ലഗിൻസ് നമ്മുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് എനേബിൾ SSL അഥവാ സെക്യൂർഡ് സോക്കറ്റ് ലെയർ. നമ്മുടെ ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സ് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് SSL സർട്ടിഫിക്കേഷൻ നമ്മുടെ വെബ്സൈറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു SSL നമ്മുടെ വെബ്സൈറ്റിലുള്ള ഡാറ്റാസ് ഹാക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് വരുന്നത് കസ്റ്റമൈസ് യുവർ വെബ്സൈറ്റ് ലോഗിൻ URL. നമുക്കറിയാം നമ്മുടെ കസ്റ്റമായിട്ട് വേർഡ്പ്രസ്സിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് /wp-admin ആണ്. നമുക്കൊരു പ്ലഗിൻ യൂസ് ചെയ്തിട്ട് WPS ഹൈഡ് ലോഗിൻ എന്ന് പറയുന്ന പ്ലഗിൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു URL നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ആക്കാൻ പറ്റും. അങ്ങനെയുള്ള URLs ഹാക്കേഴ്സിന് പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഫൈനലായിട്ട് വരുന്നത് വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഇൻ കേസ് നമ്മുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാറ്റാസ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബാക്കപ്പ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സോ ആസ് എ ഫൈനൽ നോട്ട്, നമ്മുടെ വെബ്സൈറ്റ് ഇനിയിപ്പോൾ ഹാക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മേ ബി നമുക്ക് ആ ഒരു വെബ്സൈറ്റിനെ തിരിച്ചെടുക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ഒരു സെക്യൂരിറ്റി പ്ലഗിൻ യൂസ് ചെയ്തിട്ട് സ്കാൻ ചെയ്യുക. സെക്കൻഡായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അതിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഫയൽസോ യൂസേഴ്സോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. ആൻഡ് തേർഡ് വൺ, നമ്മുടെ ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫോർത്ത് വൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ബാക്കപ്പ് എടുത്ത വെബ്സൈറ്റ് റിസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ആക്ടിവിറ്റീസ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹാക്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇപ്പം നിങ്ങൾക്കറിയാം ഹാക്കേഴ്സ് നിങ്ങളുടെ വെബ്സൈറ്റ് എങ്ങനെ ഹാക്ക് ചെയ്യുന്നുള്ളതും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹൗ ടു പ്രിവെൻറ്റ് ദിസ് ഹാക്കിംഗ് ലൈക്ക് എ പ്രോ. ആൻഡ് ഇഫ് ദിസ് വീഡിയോ ഹെൽപ്പ് യു, പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഓഫ് കോഴ്സ് ഹിറ്റ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ. Until then,